ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളിതാ ഹോട്ടലിൽ കയറിക്കാണ്ട് ഫ്രഷ് ആയിക്കാണ്ട് നമ്മളിതാ അതുപോലെ ഫുഡ് കഴിക്കാൻ പോകണ്ട അറിയാൻ പറയാനുള്ളതാണ് ഇവിടെ കണ്ടില്ല ഫുഡ് കഴിക്കാൻ അതുപോലെ നല്ല വിശാലായിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കുറെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണ്ടൊക്കെ കണ്ടിട്ട് നേരെ നമുക്ക് വിടാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങോട്ട് പോയപ്പോൾ അതുപോലെ ഉപ്പുമാവുണ്ട്, പിന്നെ ആ പൂരി അവിടുത്തെ ഒരു ടേസ്റ്റിലാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഹോട്ടലിൽ എത്തിക്കാണ്ട് ഫ്രഷ് ആയിക്കാണ്ട് അതുപോലെ ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ടാ ഫുഡ് ഉപ്പുമാവ് ചായ കിട്ടില്ല. എങ്ങനെയുണ്ട് ഷിഫിന് ഫുഡ്? ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിസിറ്റിംഗ് ഏരിയ ഉള്ള താജ്മഹലാണ് ഉള്ളത്. അപ്പൊ സംഭവം എന്തായാലും നമ്മൾ താജ്മഹലിലേക്ക് തന്നെ തോണ്ടേത് അതുപോലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി പോണ്ട്. ഇതാ കണ്ണൂർ അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്കുള്ള ഈ ഒരു എൻട്രിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ പഴയ താജ്മഹലിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ അല്ലാതെ ഇവിടെ ഫുള്ള് വലിയ മരങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും നമ്മളത് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടത് അതുപോലെ ഇങ്ങനെ കയറി ചെല്ലേണ്ട. അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഗേറ്റിലൂടെ കയറി ചെന്നതിൻ്റെ ശേഷം പിന്നെ അതുപോലെ വലിയൊരു കവാടാണ്. അതിൻ്റെ ശേഷമാണ് അതിൻ്റെ ഉള്ളിലാണ് താജ്മഹൽ. അവിടെ തന്നെ അതുപോലെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം എത്രയോ ദൂരമായിട്ടാണ് നമുക്ക് ഈ ഒരു താജ്മഹൽ കാണേണ്ടത്. അപ്പോൾ വണ്ടിയിൽ അതുപോലെ ഇങ്ങനെ ആ ഒരു ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ഇവിടെ നിന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കവാടും ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതുപോലെ ഇങ്ങനെ താജ്മഹലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കവാടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാറിന് അത്യാവശ്യം ഉണ്ട്. നമ്മളത് കുറച്ചിങ്ങനെ നടന്നപ്പോൾ കുറച്ച് ഹൈറ്റിലായില്ല അതുപോലെ ഒരു കുളം പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നമ്മളത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് അവിടുന്ന് കുറച്ചും കൂടി നടക്കാണ്ട് താജ്മഹലിൻ്റെ തൊട്ടടുത്ത് എത്തണമെങ്കിൽ നമ്മളത് അതുപോലെ ഇങ്ങനെ ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു താജ്മഹൽ നോക്കുക, എന്താ കാണാൻ ഭംഗി. അന്നത്തെ കാലത്ത് എത്രയോ പൈസ ചിലവാക്കി ഉണ്ടാക്കിയുള്ള ഒരു സംഭവമാണ്. ഇന്ന് ഏകദേശം 7000 കോടിയോളം വേണമെന്നാണ് ഇതുപോലൊരു താജ്മഹൽ ഉണ്ടാക്കണമെങ്കിൽ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളത് അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കിട്ടിയില്ല ലുക്കാണ് ഈ ഒരു ഫ്രണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു യമുനാ നദി കണ്ടത്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് ഈ ഒരു യമുനാ നദി ഒഴുകേണ്ടത്. ഇപ്പോൾ വണ്ടിയിൽ അത്രയ്ക്ക് വെള്ളം കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇത് ഫുള്ളായി ഇങ്ങനെ വെള്ളം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഒരു യമുനാദിൻ്റെ അപ്പുറത്തായിട്ട് കറുത്ത താജ്മഹൽ ഉണ്ടാക്കാൻ ഷാജഹാൻ ചക്രവർത്തിക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അതുപോലെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മടങ്ങാൻ ടഞ്ഞ് അപ്പോഴാണ് ഈ ഒരു പൈപ്പ് കണ്ടത്. അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം കുടിക്കാനായിട്ട് ഇതുപോലെ ഒരു പൈപ്പ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയത് അതുപോലെ കുറച്ച് പാനിപൂരി അതുപോലെ തന്നെ അടുത്ത് കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചു. ഇതാ ഫ്രൈഡ് റൈസ് ആണ്. നമ്മളെ ഫ്രൈഡ് റൈസ് എന്നൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു ഫ്രൈഡ് റൈസിന് ഭയങ്കരമായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതുപോലെ അന്ന് ഇങ്ങനെ റൂമിൽ ചെന്ന് ചെറിയൊരു പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. പ്രേമത്തിലെ മൺകൂടാനദിയിലെ മഴയും ലൈല മായ ലോകത്തല്ലീല മായ മായ ലോകത്തല്ലീല മനപ്രേമത്തിലെ മൺകൂടാനദിയിലെ. ആഗ്രയിൽ അന്ന് രാത്രി അവിടെ ഒരു കല്യാണം കൂടി കാണാൻ പറ്റിട്ടാ.